ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് +1 മാത്സ് മാർച്ച് 2025 നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ ചോദിച്ചത് സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് റോസ്റ്റർ ഫോമിലാണ് തന്നത്, അത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കാനാണ് പറഞ്ഞത്. ബി ക്വസ്റ്റ്യൻ സെറ്റ് 1, 2, 3 എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റുകൾ എഴുതാനാണ്. അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്. പിന്നെ അത് നമ്മൾ ആ ഓരോ നമ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ എന്നിന് 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആൻഡ് 1നും 10നും ഈക്വൽ ആണെന്നാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, എന്നിന് 1 കൊടുത്താൽ 1 സ്ക്വയർ, അത് 1. എന്നിന് 2 കൊടുത്താൽ 2 സ്ക്വയർ 4, 3 കൊടുത്താൽ 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പോൾ n സ്ക്വയർ എന്നുള്ളതിലാണ് എക്സ് ഇല്ലെങ്കിൽ എലമെൻറ്റ്സ് പോകുന്നത്. അത് നമ്മൾ ഇവിടെ കൊടുത്തു. പിന്നെ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇനി സബ്സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 5 എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. 5 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അത് പ്രശ്നമൊന്നുമില്ല, രണ്ടും ശരി തന്നെയാണ്. പിന്നെ ആ കംപ്ലീറ്റ് സെറ്റും ഒരു സബ്സെറ്റായിട്ട് വരും. പിന്നെ ബാക്കിയെല്ലാം ഓരോന്നും ഇങ്ങനെ എടുത്ത് എഴുതിയാൽ തന്നെ സബ്സെറ്റായി. ഇനി രണ്ടാമത്തേൽ എ 4π/3 ഡിഗ്രി മെഷറിൽ എഴുതാനാണ്. ബി കോസ് എക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ സൈൻ എക്സും ടാൻ എക്സും കണ്ടുപിടിക്കാനാണ്. അത് നമുക്കറിയാം. രണ്ടാമത്തേത് എ എന്ന് പറയുന്നത് 240 ഡിഗ്രി കിട്ടും. 4π/3 ഡിഗ്രിയിലേക്ക് ആക്കാൻ അറിയാമല്ലോ. 180/π കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടും. പിന്നെ ബി എന്ന് പറയുന്നത് ട്രയാങ്കിൾ വരച്ചിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ പൈതഗോറസ് ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് 4, 3, 5, അപ്പോൾ അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് സൈന് നെഗറ്റീവ് ആയിരിക്കും, ടാന് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ഈ ഒരു ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാനുള്ളത്, ബി അത് റിയൽ ലൈൻ ഇല്ലെങ്കിൽ നമ്പർ ലൈനിൽ കാണിക്കണം. അത് ഇങ്ങനെയാണ് വരുന്നത്. ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് കിട്ടും. ആ നമ്പർ ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം, കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ എ ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദ ഡിജിറ്റ് 1 to 9. 1 to 9 ഡിജിറ്റ് എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു. റിപ്പീറ്റേഷൻ അലോഡ് അല്ല. പിന്നെ ബി എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. ജസ്റ്റ് എന്നിന് 9 ഇട്ട് കൊടുക്കുക, ആറിന് 5 ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടി. എക്സ്പാൻഡ് ചെയ്താൽ മതി ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. ഇത് പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. 9p4, അപ്പോൾ 9 × 8 × 7 × 6 ചെയ്യുമ്പോൾ 3024. ഇതാണ് ആൻസർ കിട്ടുന്നത്. കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ കിട്ടും. പിന്നെ ഇത് ലാസ്റ്റ് ആൻസർ വരുന്നത് 15120. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ വരുന്നത് 7th ഒക്ടറ്റിലുള്ള പോയിൻ്റ് ചെയ്ത്. നമുക്കറിയാം 7th ഒക്ടറ്റിൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയതുകൊണ്ട് ഇതായിരിക്കും ആൻസർ വരുന്നത്. 3 കോർഡിനേറ്റ്സും നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി ബി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 2 പോയിൻറ്റിൻ്റെ. സോ ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല √x2 - x1² + y2 - y1² + z2 - z1² വെച്ച് ചെയ്യുമ്പോൾ √126 ആണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ് വേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്നെങ്കിൽ കറക്റ്റ് നോക്കിയിട്ട്, ഇനി ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവരാണെങ്കിലും പ്രീവിയസ് ഇയർ എന്നുള്ള രീതിയിൽ നോക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി 6th ക്വസ്റ്റ്യൻ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ്. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, സർക്കിളിൻ്റെ ആണ്. നമുക്കറിയാം സർക്കിളിൻ്റെ ഇക്വേഷൻ
എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ഈ ഒരു ഇക്വേഷൻ എത്തിച്ചു കഴിഞ്ഞാൽ എച്ചും കെയും സെൻറ്ററിന് നമുക്കറിയാം, സെൻറ്ററിലുള്ള കോർഡിനേറ്റ്സ്. ഇനി ആറാണ് റേഡിയസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ എക്സും വൈയും ഒന്നും ഇല്ലാത്ത ടേമാണ് 45. -45 ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ 45. അതിനെ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മളെ മറ്റേ ഇക്വേഷൻ എന്ത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ എന്നുള്ളതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആവും. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമല്ലോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആ ഒരു ടേമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്താൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലും ആഡ് ചെയ്യാൻ മറന്നുകൂടാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തിനോട് ഈക്വലായി? സർക്കിളിൻ്റെ ഇക്വേഷനോട് ഈക്വലായി. അപ്പോൾ സെൻറ്റർ 2,4 എന്നും റേഡിയസ് √65 എന്നും കിട്ടി. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യനാണ്. അതിൽ എ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 tan 2x/x. അപ്പോൾ നമുക്കറിയാം മുകളിലുള്ള, അപ്പോൾ ഫോർ എക്സാമ്പിൾ tan 2x ആണ് മുകളിലുണ്ടായതുകൊണ്ട് താഴെയും 2x വന്നു കഴിഞ്ഞാൽ tan 2x/2x 1 ആയിട്ട് പോവും അല്ലേ? അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിന് ആ ഒരു ഇതിലേക്ക് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മുകളിലും താഴെയും 2 ഇൻറ്റു ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് tan 2x / 2x കിട്ടി. ഇനി ഈ ഒരു എക്സ്ട്രാ 2 ഉണ്ട്. ആ 2നെ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് പോലെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും അല്ലേ? സോ ഇതാണ് എക്സ്പാൻഷൻ വരുന്നത്. 2 × 1 2 ആണ് ആൻസർ ലാസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 1 - cos x എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പാൻഷൻ അറിയണം. 2 sin² x/2 എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 1 - cos x 2 sin² x/2 എന്നുള്ള ഇക്വേഷൻ അറിയണം. അതിലേക്ക് ഇത് ഇക്വേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ x/2 വന്നു. അപ്പോൾ ഈ x/2 തന്നെ താഴെയും വന്നു കഴിഞ്ഞാൽ sin x/2/x/2 1 ആയിട്ട് പോകും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പിന്നെ ഇവിടെ sin² x/2, അപ്പോൾ sin x/2 × sin x/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് 1 ആയിട്ട് റിപ്ലേസ് ചെയ്യാം. പിന്നെ ലിമിറ്റ് രണ്ടെണ്ണത്തിനും കൊടുക്കാൻ മറന്നുകൂടാ. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം ലിമിറ്റ്. അപ്പോൾ ഇത് 1 എന്ന് വരും. ഇനി ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 ഇട്ട് കൊടുക്കുക. 0/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 തന്നെ. sin 0 0. അപ്പോൾ 1 × 0 0. അത്രയില്ല. സോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാം. 8th ക്വസ്റ്റ്യൻ വന്നത് ഇക്വേഷൻ, y ആക്സിസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം x = 0. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ ആൻഡ് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിന്റ് PQ. അപ്പോൾ ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒറിജിനിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ആണ് കോർഡിനേറ്റ് വരുന്നത്. പിന്നെ മിഡ് പോയിൻറ്റും അറിയണം. നമുക്ക് ഈ 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, Q എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. P 0 - 4, Q എന്ന് പറയുന്നത് 8 0 തന്നിട്ടുണ്ട്. സോ ഈ ലൈനിൻ്റെ മിഡ് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെറ്റ്സ് സേ ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിലെയും പാസ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് നോക്കിയാൽ ഇതിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് എന്താക്കുക?
ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. ഈ ഒരു പോയിന്റ് ഇതിൻ്റെ മിഡ് പോയിന്റ്, അതായത് x2 പ്ലസ് x1 പ്ലസ് x2/2 അല്ലേ, ഇല്ലെങ്കിൽ x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും രണ്ട് കോർഡിനേറ്റ്സും. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് 2 പോയിന്റ് കിട്ടിയാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ചേഞ്ച് ബൈ x ചേഞ്ച് ചെയ്താൽ പോരെ. ഓക്കെ, y ചേഞ്ച് ബൈ x ചേഞ്ച് ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്, മിഡ് പോയിന്റ് x2 പ്ലസ് x ആ ഒരു ഇക്വേഷൻ അല്ലേ, അത് വെച്ചിട്ട് ചെയ്യുക. പിന്നെ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ ഒരു പോയിന്റ്, 2 പോയിന്റ് കിട്ടി. അപ്പോൾ y ചേഞ്ച് ബൈ x ചേഞ്ച് എടുത്താൽ നമുക്ക് -1/2 ആണ് സ്ലോപ്പ് കിട്ടുന്നത്. ഇതാണ് ഇക്വേഷൻ. നല്ലോണം ടൈം ആവേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം സ്പീഡായിട്ട് തോന്നുന്നെങ്കിൽ സെറ്റിങ്സിൽ സ്പീഡ് കുറച്ചിട്ട് നോക്കാവുന്നതാണ്. ഇനി എയിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദ സബ്സെറ്റ് -1, 2. ഓക്കെ, ഈ ഒരു സബ്സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതണം. പിന്നെ ബി ക്വസ്റ്റ്യൻ, അത് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് എ യൂണിയൻ ബി, എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റിനെ വേരിഫൈ ചെയ്യാൻ. ഇത് ഡിമോർഗൻസ് ലോ അല്ലേ, ഡിമോർഗൻസ് ലോ വേരിഫൈ ചെയ്യാനുമാണ് ചോദിച്ചത്. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ജസ്റ്റ് റിയൽ നമ്പർ എന്ന് തന്നിട്ടുണ്ടാടാ, അതായത് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർവെല് -1ഉം 2ഉം ഓപ്പൺ ബ്രാക്കറ്റ് ആയതുകൊണ്ട് ശരിക്കും എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ ആ നമ്പേഴ്സ് ഇല്ല. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് ഉണ്ട് എന്ന്. ഇൻ്റർവെൽ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് ഉണ്ടാവും. അതായത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതേണ്ടത്. എ യൂണിയൻ ബി ജസ്റ്റ് എ എന്ന് പറയുന്ന സെറ്റിൽ എലമെൻസും ബി എന്ന് പറയുന്ന സെറ്റിൽ എലമെൻസും കൂട്ടിയിട്ട് എഴുതുക. റിപ്പീറ്റേഷൻ ആവശ്യമില്ല. അതായത് നമ്പേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റിൽ 5 ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിലും 5 ഉണ്ട്. അപ്പോൾ 2 കൂട്ടം 5 എന്ന് എഴുതണ്ട, ഒരിക്കൽ എഴുതിയാൽ മതി. അതാണ് പറഞ്ഞത്. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എയിൽ ഇല്ലാത്തത് പക്ഷേ യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലത്, അതാണ് ആ നമ്പേഴ്സാണ് സെറ്റിൽ വരുന്നത്. ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിലില്ല, യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. പിന്നെ ഡിമോർഗൻസ് ലോ ഇത് അറിയുമെന്ന് വിചാരിക്കുന്നു, സിമ്പിളാണ്. നെക്സ്റ്റ് 10ാമത്തത് എ ഗ്രാഫ് വരക്കേണ്ട ക്വസ്റ്റ്യൻ. f(x) 2 - മോഡ് ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരുന്നത്. അത് അറിയുമല്ലോ. ജസ്റ്റ് എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. 0യിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് 1 2 3 കൊടുക്കുക. കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 അത്രയും കൊടുത്തിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഗ്രാഫ് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലും മതി. ഇനി ഡൊമെയിനും റേഞ്ചും ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഡൊമെയിൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പേഴ്സും വരും. റേഞ്ച് -∞, 2 ആണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 2 വരുന്നത് കൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ ഇടണം. നെക്സ്റ്റ് 11ാമത്തത് നമുക്ക് a+ib ഫോമിലേക്ക് ആക്കാനാണ് പറഞ്ഞത് ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 - 3i കണ്ടുപിടിക്കാൻ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 4 - 3i, അപ്പോൾ അതിനെ ജസ്റ്റ് ഇൻവേഴ്സ് എടുക്കുക, 1/4 - 3i ചെയ്യുക. പിന്നെ 4 - 3i താഴെ i വരുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് മൈനസ് വന്നുകൊണ്ട് പ്ലസ് കൊണ്ട് ഇൻറ്റു ആക്കുക. 2 സൈഡും സെയിം ഇൻറ്റു ആക്കിയാൽ ആ വാല്യൂവിന് മാറ്റം വരില്ല. അപ്പോൾ 2 സൈഡും പ്ലസ് കൊണ്ട് ഇൻറ്റു ആക്കി കഴിഞ്ഞാൽ
നമുക്ക് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വരും. ഈ ഇക്വേഷൻ വെച്ചിട്ട് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. പിന്നെ 1 ഇൻറ്റു 4 പ്ലസ് 3 ഇത് തന്നെ. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4 + 3i/25 കിട്ടും. ഇനി 12th ക്വസ്റ്റ്യൻ ആണ്. അതിൽ ദ നമ്പർ ഓഫ് 4 കാർഡ് കോമ്പിനേഷൻ ഔട്ട് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ് ഇൻ ദർ ഇസ് എക്സാക്ട്ലി 1 ace ഇൻ ഈച്ച് കോമ്പിനേഷൻ. ഓക്കെ, ഒരു ഏസ് ഉണ്ടാവണം. ടോട്ടൽ നമുക്ക് 4 ace ഉണ്ട്. അതിൽ ഒരു ഏസും വേണം. അതേപോലെ കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ് ഇഫ് ദർ ഇസ് എക്സാക്ട്ലി 1 ace ഇൻ ഈച്ച് കോമ്പിനേഷൻ. ഒറ്റ ഏസ് മതി, ബാക്കി 52 ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ 52 ടോട്ടലാണ് 52 പ്ലേയിങ് കാർഡ്സ്. അതിൽ 4 ace കാർഡിൽ ഒരു ഏസേ വന്നുള്ളൂ. സോ 52 4 പോയാൽ 48 കാർഡിൽ നിന്നും എത്ര എണ്ണം എടുക്കണം? 4 എണ്ണം എടുക്കണം. പിന്നെ ഏസ് 4 ace ഒരു ഏസും എടുക്കണം. അങ്ങനെ എടുത്താൽ നമുക്ക് കംപ്ലീറ്റ് കോമ്പിനേഷൻ 5 കാർഡ് കോമ്പിനേഷൻ കിട്ടും. അപ്പോൾ 48c4 ഇൻറ്റു 4c1 അത് ചെയ്യുമ്പോൾ നമുക്ക് 778320 ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താലും കിട്ടും. പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. ബി ക്വസ്റ്റ്യൻ പറയുന്നത് NC9 is equal to NC8 then find NC17. അപ്പോൾ ഫസ്റ്റ് n കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു ഇതറിയാലോ, NC9 NC8 ഈക്വൽ ആണെങ്കിൽ ഒന്നിക്ക് അത് വരില്ല എന്തായാലും. അപ്പോൾ 9 + 8 n വരണം അല്ലേ. അപ്പോൾ 9 + 8 എന്ന് പറയുന്നത് 17 അല്ലേ, 17 ആണ്. അപ്പോൾ n 17, അപ്പോൾ 17c17 എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിളായിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. അതിൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ ദ പോയിന്റ്. ഓക്കെ, ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സ്ലോപ്പും പോയിന്റ് തന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് അറിയാലോ. ഏത് ഇക്വേഷൻ ഏത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം? y - y0 = m × x - x0 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഒരു ലൈൻ തന്നിട്ടുണ്ട്, അതേപോലെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇക്വേഷൻ അറിയാം. മോഡുലസ് ഓഫ് ax1 + by1 + c / √a² + b². അപ്പോൾ ഈ ഒരു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് എത്രയാണ്? -2 3. അപ്പോൾ -2 x0 കൊടുക്കുക, 3 y0 കൊടുക്കാം. പിന്നെ m എന്ന് പറയുന്നത് സ്ലോപ്പ്, അത് 1/4 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. അതിനേക്കാളും നല്ലത് ഈ 4നെ ലെഫ്റ്റിലേക്ക് വിട്ടാൽ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഡിസ്റ്റൻസ് ഈ ജസ്റ്റ് എ ബി സി എന്ന് പറയുന്നത് ഇക്വേഷനിലുള്ളതല്ലേ. എ എന്ന് പറയുന്നത് 3 വരും, ബി -4, സി -26. അപ്പോൾ അത് ചെയ്യാം. x1 ഉം y1 ഉം പോയിന്റിലെ x കോർഡിനേറ്റും y കോർഡിനേറ്റും. അപ്പോൾ അത് വെച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ, എന്നിട്ട് ആൻസറിലേക്ക് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി 14th ക്വസ്റ്റ്യനിൽ എലിപ്സിൻ്റെ ഇക്വേഷനാണ്. മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, പിന്നെ ഫോക്കസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a 26 തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് എത്ര വരും? 13 വരും. നമുക്ക് സി എന്ന് പറയുന്നത് 5 കിട്ടി. സി 5 കിട്ടി. എ എന്ന് പറയുന്നത് 13 എന്നും കിട്ടി, സി എന്ന് പറയുന്നത് 5 എന്നും കിട്ടി. ബി കണ്ടുപിടിക്കാൻ b² = a² - c² എന്നുള്ള റിലേഷൻ നമുക്കറിയാം.
അത് വെച്ചിട്ട് ബി എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. ഇക്വേഷൻ ഓഫ് എലിപ്സ് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ എയും ബിയും ഇട്ട് കൊടുത്താൽ തന്നെ മതി. അത് സ്ക്വയർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി 15th ക്വസ്റ്റ്യനിൽ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ എക്ക് √3 കൊടുക്കുക, ബിക്ക് √2 കൊടുക്കുക. അപ്പോൾ ആൻസർ കിട്ടിക്കോളും. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് ആൻസർ 40√6. വേറെ മെത്തേഡുണ്ട്, എങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനി 16th ക്വസ്റ്റ്യൻ, അതിൽ ഒന്നാമത്തത് പ്രോബബിലിറ്റി നോട്ട് എ. നോട്ട് എ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 1 - പ്രോബബിലിറ്റി എ ചെയ്താൽ മതി. അപ്പോൾ പ്രോബബിലിറ്റി എ എന്ന് തന്നിട്ടുണ്ട് 0.42. അപ്പോൾ 1 - 0.42 ചെയ്താൽ കിട്ടും. ഇനി നോട്ട് ബി എന്ന് പറയുമ്പോൾ 1 - പ്രോബബിലിറ്റി ഓഫ് ബി 1 - 0.48. ഇനി പി പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുമ്പോൾ അതെന്തിന് ഈക്വലാണ്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിക്ക് ഈക്വലാണ്. ജസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ അറിയാലോ. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി, എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്ക് ഈക്വലാണ്. അപ്പോൾ 0.16 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അത് എത്രയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി, എത്ര കിട്ടും, 0.74 കിട്ടും. പിന്നെ ഈ ആൻസേഴ്സ് ഒന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി 17th ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം, നമുക്ക് 1/√2 ചെയ്ത് നോക്കിയാൽ 2 നമ്പറും നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും ഇതാണെന്നുള്ളത്. ഓക്കെ, അത് ചെയ്താൽ മതി. ഇനി വേറെ മെത്തേഡും ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല, ഓപ്ഷൻ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇനി ബി എന്ന് പറയുന്നത് cos 75 ഡിഗ്രീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. cos 75 ഡിഗ്രി കണ്ടുപിടിക്കാൻ 75 45 + 30 എന്ന് എഴുതുക. നമുക്കറിയാം cos a + b എന്ന് പറയുന്നത് cos a cos b മൈനസ് sin a sin b അല്ലേ. അപ്പോൾ അതാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആൻസർ √3 - 1/2√2 എന്ന് ആൻസർ കിട്ടും. പിന്നെ ടാൻ്റെ ക്വസ്റ്റ്യൻ, അത് tan 3x × tan 2x × tan x = tan 3x - tan 2x - tan x എന്നാക്കാനാണ്. ജസ്റ്റ് ഇതറിഞ്ഞാൽ മതി. tan 3x - 2x എന്ന് പറയുന്നത് tan xനെ tan 3x - 2x എന്ന് എഴുതണം. എന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാകുമ്പോൾ ആൻസർ കിട്ടും. പിന്നെ എങ്ങനെ, tan x - y അറിയാമല്ലോ നമുക്ക്. tan x - y tan x - tan y / 1 + tan x tan y. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി 18ാമത്തത് എ എന്ന് പറയുന്നത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. വിച്ച് ടേം ഓഫ് ദ ഓക്കെ, ഈ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനിൽ ഏത് ടേം ആണ് 8192 ഇതാണ് അറിയേണ്ടത്. സോ വിച്ച് ടേം ആണ് ചോദിച്ചത്. നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ an എന്ന് പറയുന്നത് AR⁻n - 1 എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ എ എന്ന് പറയുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷൻ നോക്കിയാൽ 2 എന്ന് നമുക്ക് കിട്ടും. 6 എന്ന് പറയുന്നത് 2 അടുത്തടുത്തുള്ള നമ്പേഴ്സ്, അതായത് ഇപ്പോൾ ഇവിടെ 2ഉം 8ഉം അല്ലേ ഇല്ലേ, ജസ്റ്റ് a / 2 ചെയ്താൽ നമുക്ക് 6 കിട്ടും, 4. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. nth ടേം അറിയാൻ വേണ്ടിയിട്ട് an = AR⁻n - 1 സോ ഈക്വൽ ടു 8192 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുക. എക്ക് 2 കൊടുക്കുക, 6ന് 4 കൊടുക്കുക. കണ്ടുപിടിച്ചത് തന്നെയല്ലേ. ഇപ്പോൾ 2 × 4⁻n - 1 = 8192. ജസ്റ്റ് 2ന് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 8192 / 2 എന്ന് കിട്ടും. ഹാഫ് എടുത്താൽ 4096 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. 4 എന്ത് ചെയ്യുമ്പോഴാണ് 4096 കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ 6 ചെയ്യുന്നതെന്ന് കിട്ടും. അപ്പോൾ n - 1 ഇവിടെ താഴെ 2 4 തന്നെയല്ലേ.
അതുകൊണ്ട് മുകളിലത്തെ രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ്. അപ്പോൾ n-1 ഈക്വൽ ടു 6 എന്ന് കിട്ടും, n ഈക്വൽ ടു 7 എന്നും കിട്ടും. 6 + 1. പിന്നെ ബി ക്വസ്റ്റ്യൻ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ് 8 8 8 8 8 8 അതാണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് എല്ലാം ആഡ് ചെയ്യുന്നത്, സം എടുക്കുന്നത്. 8നെ പുറത്തെടുക്കുക, അപ്പോൾ 1 + 11 പ്ലസ് അങ്ങനെ കിട്ടും. പിന്നെ ഇൻറ്റു 9/9 ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ 10 എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ. ഇതിങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരുന്നത്, ഈ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ. അപ്പോൾ വേല ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ആൻസർ വരുന്നത് 8/81 ഇൻറ്റു 10 ഇൻറ്റു 10⁻n-1 - n. ഇനി 3 നമ്പേഴ്സ് 1ൻ്റെയും 256ൻ്റെ ഇടയിൽ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. പക്ഷേ ജിയോമെട്രി പ്രോഗ്രഷനും ആയിരിക്കണം. അങ്ങനെ അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 A എന്ന് പറയുന്നത് 1 തന്നിട്ടുണ്ട്. പിന്നെ 5th ടേം ആയിരിക്കുമല്ലോ, മിഡിലിൽ 3 ടേംസ് ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 5th ടേം ആയിട്ട് മാറുമല്ലോ. ഫസ്റ്റ് ടേം 1, പിന്നെ മിഡിലിൽ 3 ടേംസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഓൾറെഡി 4 ടേംസ് ആയി. അപ്പോൾ 256 എന്ന് പറയുന്നത് 5th ടേം ആയിരിക്കുമല്ലോ. അപ്പോൾ A5 എന്ന് പറയുന്നത് AR⁻n-1 AR⁴ എന്ന് കിട്ടും. അത് 256. അപ്പോൾ R⁴ A എന്ന് പറയുന്നത് 1, R⁴ 256, 4⁴ ചെയ്യുമ്പോഴാണ് 256 കിട്ടുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് 4. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ ഒരു ആൻസർ കീ നോക്കുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ട് നിൽക്കുന്നത്. പിന്നെ മിഡിലുള്ള 3 ടേംസും കണ്ടുപിടിക്കണം. അപ്പോൾ സെക്കൻഡ് ടേം A2 എന്ന് കൊടുത്താൽ A3 A4 എന്ന് കൊടുക്കുക, 3rd ഉം 4th ഉം ടേംസ്. A2 എന്ന് പറയുന്നത് AR, A എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ 1 × 4 4. A3 AR², A എന്ന് പറയുന്നത് 1 ആണ്, R എന്ന് പറയുന്നത് 4 ആണ്, 4² 16. ഇനി R³ 4³ 64. നമ്പേഴ്സ് 4 16 64 എന്ന് വരും. ഇനി tan xൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ dy/dx എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ് y sin x cos x ആയാൽ. tan xൻ്റെത് ജസ്റ്റ് ഇക്വേഷനാണ്. ഇപ്പം ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. f(x) tan x ആയാൽ f(x + h) tan x + h ആവുമല്ലോ. പിന്നെ tan x + hന് പകരം നമുക്കറിയാം sin x/cos x tan x ആണ്. അത് വെച്ചിട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അതന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ sec² എന്ന് കിട്ടും. ഇനി dy-ക്ക് പകരം y sin x cos x എന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് sin x ചെയ്താൽ cos xൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, പ്ലസ് cos x ചെയ്താൽ സെക്കൻഡ് ടേം sin xൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ cos 2x കിട്ടും. ഇനി നെക്സ്റ്റ് മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനാണ്. ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. I എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ അറിയുമല്ലോ. xi എന്ന് പറയുന്നത് ക്ലാസ്സില്ലേ, ക്ലാസ്സിനെ രണ്ടിൻ്റെയും ഇപ്പോൾ 30 to 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 30 to 40 എന്ന് പറഞ്ഞത് രണ്ടിൻ്റെ സം എടുക്കുക, /2 ചെയ്യുക. 40 + 30 70, /2 35. അപ്പോൾ അങ്ങനെയാണ് xi കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ xi കണ്ടുപിടിക്കുക, എന്നിട്ട് ഫ്രീക്വൻസി ആയിട്ട് ഇൻറ്റു ചെയ്യുക, അതിൻ്റെ സം എടുക്കുക, /n. നമുക്ക് 62 എന്ന് കിട്ടും. വേരിയൻസ് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 201 എന്ന് കിട്ടും. പിന്നെ വേരിയൻസ് കിട്ടിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൂട്ട് എടുത്താൽ മതി. 14.18 കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് ഇല്ലു. ഞാൻ എൻ്റെ ടേബിൾ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.